ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് 24 hours തോട്ട് എന്തൊക്കെയാണ് ആ ഒരു പേഴ്സൻ്റെ എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നോ കോണ്ടാക്റ്റിലുള്ള റീഡിംഗ് ആയിരിക്കും ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നത്. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ കുറേ ആയി ഒരു വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി അവർക്ക് ഒരു ഇത് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഞാൻ നോ കോണ്ടാക്റ്റ് റൂളിലേക്ക് പോകുന്നവർക്ക് മാത്രം ഉള്ള ഒരു റീഡിങ് അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നേ ഉള്ളൂ. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ അല്ലെങ്കിൽ സോൾമേറ്റ് ആണോ എന്നുള്ളത് കൂടി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ റീഡിങ് ഇൻക്ലൂഡ് ചെയ്താണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ 10 of Swords ആണ്. നമുക്ക് കുറച്ച് ഒറാക്കിൾ വെച്ച് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. സോൾമേറ്റ്, ഫിനാൻസ് ആൻഡ് കരിയർ. ഇത് കാണുന്ന ഒരുപാട് പേരെ സംബന്ധിച്ച് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വലിയൊരു ഫാക്ടറാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ച ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് കീപ്പ് ഓൺ യുവർ മൈൻഡ് എന്നുള്ള ഓപ്പൺ മൈൻഡ് എന്നുള്ളതാണ്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നും ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 8 of Swords ആണ് കിട്ടുന്നത്. 8 of Swords തുടങ്ങി ദ 5 of Wands അവസാനിക്കുന്ന ഒരു റീഡിങ് ടൈപ്പാണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് ഒരു സ്ട്രഗിളിങ് ടൈപ്പ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു സ്ട്രഗിളിങ് ടൈമിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടേതായിട്ടുള്ള ചിന്തകളോട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് വളരെയധികം കൂടുതലാണ് എന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഈ ഒരു വ്യക്തി പ്രതീക്ഷിച്ച അത്ര എന്താ പറയുക, ആ ഒരു കാര്യത്തിന് വലിയ റിസൾട്ട് കിട്ടുന്നില്ല. അതിനിപ്പോൾ ജോബാവാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാകാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ആണെങ്കിൽ നിങ്ങളോട് അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അത് നിങ്ങളോട് വന്ന് പറയാറുണ്ട്. ഇപ്പോൾ ആ ഒരു കാര്യവും ഈ ഒരു വ്യക്തിയുടെ കയ്യിലിരിപ്പുകൊണ്ട് അല്ലെങ്കിൽ പൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്ട്രഗിളിങ് ആയിട്ടുള്ള പീരീഡിലൂടെയാണ് കടന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ ടാരറ്റ് ഡെക്കിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സ്ട്രഗിളാണ് ദി 8 of Swords, ദ 10 of Swords. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് വരെ നമുക്ക് ദ 10 of Swords ആണ് കിട്ടിയിട്ടുള്ളത്. അത്രയും ഒരു സ്ട്രഗിളിങ് പീരീഡിനെ കാണിക്കുന്ന ഒരിതാണ്, അതായത് ഉറക്കമില്ലാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇത്രയും സ്ട്രഗിൾ അനുഭവിക്കുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് റീഡിങ് പോകാം. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ കിങ് ഓഫ് പെൻഡക്കിൾ ആണ്. നമുക്ക് കിട്ടിയ രണ്ട് കാർഡ്സ് എന്ന് പറയുന്നത് 6 of Cups ആൻഡ് ദ മൂൺ കാർഡാണ്. അതായത് ഈ രണ്ട് കാർഡ്സും ആൻഡ് 7 of Wands എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി കേൾക്കാൻ ആരുമില്ല, മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് നിങ്ങളായിട്ട് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കി അങ്ങോട്ട് പോകുന്നില്ലല്ലോ എന്നുള്ള ഒരു സ്ട്രഗ്ലിങ് ടൈമിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. അതായത് ആ ഒരു വ്യക്തി വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും നോ കോണ്ടാക്റ്റ് ഒന്നും അധിക കാലം പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടൊന്നും അത്രമേൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളെ ഈഗോ എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത്, അത്ര പോലും എന്നാൽ പിന്നെ ഞാനും നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതായിട്ട് എന്താ ഇത്ര തിരക്ക്. പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് പറ്റുന്നില്ല. കാരണം നിങ്ങളെന്ന് പറയുന്നത് അത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയിൽ. അപ്പോൾ പെട്ടെന്ന് ആ ഒരു വ്യക്തിയെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു വ്യക്തിയെക്കുറിച്ചൊന്നും അറിയാൻ ശ്രമിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന വളരെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് എത്രത്തോളം നിങ്ങൾ ഹേർട്ടാണെന്ന് അറിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ്
നമുക്ക് കിട്ടിയ 2 കാർഡ്സാണ് ദ കിങ് ഓഫ് കപ്സ് ആൻഡ് ദി 4 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ഇല്ല, ഇനി എൻ്റെ ലൈഫിലുള്ള എല്ലാ സിറ്റുവേഷനും ഞാൻ ആരോടും പറയുന്നില്ല, എനിക്ക് ഞാൻ മതി. ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു തോട്ട് അല്ലെങ്കിൽ ഉള്ളത്. അതായത് ഇനി ഒന്നിനും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എവിടെ പോയാലും അവിടെ ഈ ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നത്, തൊട്ടാലും പിടിച്ചാലും ഒക്കെ പ്രശ്നമാണെന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ളത്. അതുപോലെ തന്നെ പറയാമെന്നുള്ളത് നമുക്ക് 6 ഓഫ് വാണ്ട്സ്, അതുപോലെ തന്നെ ദ ടവർ കാർഡ്, ഈ 2 കാർഡ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഈ ഒരു ടൈമിലുള്ള ആ ഒരു സ്ട്രഗിളാണ്. എന്ത് തന്നെ ചെയ്താലും അതൊന്നും എവിടെ എത്താത്ത ഒരു രീതിയിലുള്ള ഒരു എനർജി. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഫെഡപ്പ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു ടൈം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചുള്ളത്. ഒരുപാട് ഐഡിയാസ് ഉണ്ട്, ഒരുപാട് മനസ്സിൽ എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പറ്റാതെ എന്താണ് എല്ലാത്തിനും ഒരു ബ്ലോക്കായിട്ടുള്ളത്. ടവർ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് സിറ്റുവേഷനാണ്, ഒരു ബ്ലോക്കാണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ എനർജിയെ, അല്ലെങ്കിൽ മൈൻഡിനെ, അല്ലെങ്കിൽ നമുക്ക് കെട്ടി വെക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയൊക്കെയാണ് ഈ ഒരു ടൈം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള കാര്യം, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കൈൻഡ് ഓഫ് എനർജിയാണ്. മെജോറിറ്റി, കുറച്ച് പേര് മാത്രമേ കാർമിക്കുള്ളൂ, എന്നാൽ ഇത് കാണുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും സോൾമേറ്റ് കൈൻഡ് ഓഫ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കാർഡ്സും പറയാണ്, ഒറാക്കിൾ കാർഡ്സും പറയാണ്, യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ്. പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള കുറച്ച് കർമ്മേനെ ബേസ് ചെയ്തിട്ട് എന്താണ്, നിങ്ങളുടെ ഈ ഒരു അലൈൻമെൻറ്റിൽ നല്ല രീതിയിൽ സ്ട്രഗ്ലിങ് പീരീഡാണ് കാണിക്കുന്നത്. അതായത് ഒന്നിക്ക് നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോ നല്ല രീതിയിൽ സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടും ആ ഒരു വ്യക്തിയാണ് ആ ഒരു ടൈമിലൂടെ കടന്നു പോകുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു കാർമിക് സൈക്കിൾ ഏകദേശം കുറേ ആളെ സംബന്ധിച്ച് എന്താണ് എൻഡപ്പ് ആവാനായിട്ടുണ്ട്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴും ആ ഒരു പേഴ്സണായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇത് കാണുന്നവരുടെ ലൈഫിൽ ചിലപ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻസസ് ആൻഡ് കരിയർ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും അതേ രീതിയിലുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കരിയറിൽ ഒരുപാട് പൈസ അല്ലെങ്കിൽ സമ്പാദിക്കുക, അതിനെ ബേസ് ചെയ്ത് എന്താണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പൈസയാണ് എല്ലാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേഴ്സൺ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എല്ലാവരും അല്ല, ഓൾമോസ്റ്റ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പൈസ കിട്ടിയ ചിലപ്പം നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയെ പോലും ചിലപ്പം മറക്കാൻ ചാൻസുള്ള ഒരു എനർജിയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ. ഓക്കെ. അതുപോലെ തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫിനാൻസ് ഒരു വലിയൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ടാകും. ചിലപ്പം അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി കമ്പാരിസണൊക്കെ നടത്തിയത്. അതായത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു ജോബൊക്കെ ഉണ്ടാകും. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്കാണോ നല്ല ജോബ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കാണോ നല്ല ജോബ് എന്നുള്ള രീതിയിലൊക്കെ കമ്പയർ ചെയ്ത് എവിടെയാണ് പൈസ കിട്ടുക, അതായത് മണി എന്തുകൊണ്ടോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒറാക്കിൾ കാർഡ് വരെ അങ്ങനെ പറഞ്ഞ ഫിനാൻസസ് ആൻഡ് കരിയർ എന്നുള്ളൊരു കാർഡിൽ വന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ ഫാക്ടേഴ്സ് ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. ഇപ്പോഴുള്ള സമയത്താണ് കുറച്ചും കൂടി എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണ്, അതുപോലെ തന്നെ ഒരു ഗൈഡൻസും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നുകയാണെങ്കിൽ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവരുടെ ഫ്രണ്ട്സാണ് ഇവരെ കൂടുതലായിട്ട് ഗൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാവർക്കും നല്ല ഫ്രണ്ട്സിനെ കിട്ടണം അങ്ങനെയൊന്നുമില്ല അല്ലേ. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ്, ഈ ഒരു വ്യക്തിയെ കൂടുതൽ കുഴപ്പത്തിലാക്കിയതും അവരുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താണ്, നല്ല ഫ്രണ്ട്സിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല നല്ല വഴികളാണ് നമ്മുടെ മുന്നിൽ തുറന്നു വരിക, നല്ല നല്ല ഓപ്ഷൻസാണ്, അവരൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. കാരണം എന്താണ്, നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും മറ്റുള്ളവരുടെ മോശം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ്, ആ ഒരു വ്യക്തിക്ക് അറിയാം ഇവർ പറയുന്നതാണ് അല്ലെങ്കിൽ മെയിൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എന്താണ് ആളാവുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ എടുത്തു ചാടി ഒരുപാട് സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട്. അന്നൊന്നും എന്താണ് ഒരു ആവേശത്തിൻ്റെ പുറത്തെടുത്ത് ചാടിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് ഈ ഒരു വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നത്
ഉള്ളത് എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഫിനാൻസിലാണ് ഈ ഒരു വ്യക്തി കൂടുതലായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹം സിറ്റുവേഷനിലുണ്ട്, അഡിക്ഷൻ ഉണ്ട്. നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോകാനൊന്നും ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു അഡിക്ഷൻ, നിങ്ങളുടെ ഒരു അഡിക്ഷൻ ഉണ്ട്. ആ ഒരു അഡിക്ഷൻ കിട്ടുന്നത്രയും കാലം വരെ ഈ ഒരു വ്യക്തിക്ക് എന്താണ് ഒരു ഡിപ്പെൻഡൻസി, ഇതാണ് പോവുക തിരിച്ചു വരിക, പോവുക തിരിച്ചു വരിക, ഒരു സൈക്കിൾ മാതിരി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രശ്നമാണ് നമ്മൾ കണ്ടുപിടിച്ചത്, നമുക്ക് ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. We have 10 of Pentacles, the Hermit card, the 2 of Swords, the Ace of Wands and the 4 of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് the 2 of Wands ആണ്. the 2 of Wands, the 2 of Swords. ഇവിടെ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിയായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക് വരാം. പക്ഷേ ആ ഒരു വ്യക്തി അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടും നിങ്ങളുടെ അടുക്ക വരാനുള്ള അവസരങ്ങൾ ഒരിക്കലും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ചിലരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഫാമിലിയാണ് തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എന്നുള്ളത്. അതായത് ആ ഫാമിലി നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം എപ്പോഴെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം മനസ്സിൽ വരികയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്താണ്, നിങ്ങളുടെയൊക്കെ വരാനും പറ്റില്ല. അങ്ങനെ വന്നാൽ തന്നെ ഈ ഒരു വ്യക്തിക്ക് എന്താവും, ഫാമിലി ശത്രുക്കളാവും എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി എന്താണ് ഇപ്പോൾ ഒരു സ്ട്രഗ്ലിങ് ടൈം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത്. കാരണം മനസ്സിലാക്കാനും ആരില്ല. പക്ഷേ എന്താണ്, ഉദ്ദേശിച്ച പോലൊന്നും ലൈഫ് നീങ്ങുന്നുമില്ല. എന്താണെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ദ ഹെർമിറ്റ് കാർഡ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സൈഡ് നിങ്ങൾ പോയെടുക്കുള്ള ആ ഒരു സൈഡിൽ തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളത് ഒരു വെയിറ്റിംഗ് സൈനാണ്. പക്ഷെ ഒരു ആക്ഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ്, ഒരു ഹെൽപ്ലെസ് ഹോപ്പ്ലെസ് അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റാതെ ഒരു എന്താണ് മനസ്സിലുള്ളിലൊക്കെ വച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലൊക്കെയാണ് കാണിക്കുന്നത്. നമുക്കുള്ളിലുള്ള കാര്യങ്ങൾ വേറൊരാളോട് പറഞ്ഞാൽ മാത്രമേ അത്, അല്ലെങ്കിൽ ആ ഒരു വേദന, ഒരു പെയിൻ നമുക്ക് പോകൂ അല്ലേ. പക്ഷേ ഈ ഒരു വ്യക്തി സംബന്ധിച്ച് എന്താണ്, എല്ലാം ഉള്ളിൽ തന്നെ വയ്ക്കാം എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയിലൊക്കെയാണ് നിൽക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഹെർമിറ്റ് കാർഡ് നമുക്ക് നോക്കാം. ദ 10 of Swords, 7 of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് നമുക്ക് ദ ഡെവിൽ കാർഡാണ്. അതായത് നിങ്ങളോട് നെഗറ്റീവ് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറൊരു വ്യക്തിയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ഒരുപാട് സോഡ്സ് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള എല്ലാ സോഡ്സും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലേ. 8 of Swords, അതുപോലെ തന്നെ 10 of Swords, 2 of Swords, അതുപോലെ തന്നെ 10 of Swords, ദ 7 of Swords. അത്രയും സോഡ്സ് എനർജി, 4 of Swords അവിടെയുണ്ട്. അപ്പോൾ ഇത്രയും സോഡ്സ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ഈ ഒരു വ്യക്തി കടന്നു പോയിട്ടുണ്ട്. ആ ഒരു കടന്നുപോയ സമയത്ത് ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ്, എൻ്റെ കൂടെ ഇപ്പോൾ തേർഡ് പാർട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ അവരൊക്കെ എടുത്ത് വെച്ച് നടന്നിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എക്സ്പീരിയൻസിലൂടെ ഓരോരോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി മനസ്സിലാക്കി വരുമ്പോൾ എന്താണ്, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉദരത്തിലുള്ളത് എടുത്തിട്ടില്ല, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, ആ പറഞ്ഞ ഒരു സ്ഥിതിയായി. കാരണം എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പറ്റില്ല. കാരണം അങ്ങനെ ഈ ഒരു 8 of Swords കണ്ണ് കെട്ടി വെച്ച ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ദേഷ്യമാണ്, തൊട്ടതും പിടിച്ചതും ഒക്കെ ദേഷ്യമാണ്. കാരണം വിചാരിച്ചൊന്നും നടക്കുന്നില്ല, എല്ലാത്തിലും സ്ട്രഗിളിങ് ടൈമാണ്, സ്ട്രഗിളിങ് പീരീഡാണ്. ഈ ഒരു സമയം കടന്നു പോകുക, അതൊന്നും ഈ വ്യക്തി ആലോചിക്കുന്നില്ല. എന്ത് ചെയ്യുവാണെങ്കിലും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ എന്താണ്, അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടണം. അതാണ് ഈ ഒരു വ്യക്തിയുടെ ഒരു കോൺസെപ്റ്റ്. സ്പെഷ്യലി നിങ്ങൾ വന്ന സമയത്ത് ഈ ഒരു വ്യക്തി ഒരുപാട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ
ആ ഒരു വ്യക്തി അതൊന്നും ഇപ്പോൾ കാര്യമാക്കി എടുക്കുന്നില്ല. കാരണം നിങ്ങൾ വരാത്ത ദേഷ്യം ഒരു സൈഡിലുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വന്നുകൂടാ, എഫേർട്ട് എടുത്ത് വന്നുകൂടാ എന്നുള്ള കോൺസെപ്റ്റ് ഒരു വ്യക്തിയുണ്ട്. തേർഡ് പാർട്ടി ഒരിക്കലും നിങ്ങളെ അത്ര ഈ ഒരു വ്യക്തി കേട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ആ ഒരു തേർഡ് പാർട്ടി കാരണം സമ്മാനിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ്? വി ഹാവ് ഫോർഗിവിങ് ആൻഡ് ലേണിങ്. ഒരുപാട് ആൾക്കാർ പാസ്റ്റിൽ നിന്നും ഹീലായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോഴും ഹീലായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് പറയാനുള്ളത്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് പ്ലേഫുൾനെസ് എന്നുള്ള ഒരു രീതിയിലാണ് കിട്ടിയത്. ഇത് കാണുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും ഒരു ഉൾവലിഞ്ഞ കൈൻഡ് ഓഫ് എനർജിയിലൊക്കെ നിൽക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ മീൻസ് എല്ലാത്തിൽ നിന്നൊക്കെ മാറിയിട്ടൊരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു കാര്യത്തിൽ അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയെന്ന് വരും. പക്ഷേ കാലം നമുക്ക് സത്യം എന്താണെന്ന് തെളിയിച്ചു തരും, അല്ലേ? എന്ത് വന്നാലും തെളിയിച്ചു തരും. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ചില സിറ്റുവേഷൻ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അത് വളരെയധികം നിങ്ങളുടെ മനസ്സിന് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിൽ നിന്നും അറിയാം, അതുപോലെ തന്നെ കാണുന്ന നിങ്ങൾക്കും അറിയാം. അതിൽ നിന്നും നിങ്ങൾ ഓരോരോ കാര്യങ്ങളിൽ നിന്നും പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, അത് മാത്രം എടുത്ത് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ്, യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്സ്. അതായത് ഇപ്പോഴുള്ള മൊമെൻറ്റ് എൻജോയ് ചെയ്യാനുള്ള ടൈം നിങ്ങൾ കണക്കാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അതായത് നിങ്ങളില്ലാതെയും പറ്റുമെന്ന് കാണിക്കുന്ന ഒരുപാട് പേരുടെ ഇടയിൽ നിന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഇടം എവിടെയാണോ അവിടെയാണ് ആസ് എ ബെറ്റർ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു ഹീലിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് തുടങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പേ അറ്റൻഷൻ ടു ദി റെഡ് ഫ്ലാഗ്സ് എന്നുള്ളതാണ്. ഒരുപാട് സൈൻ നിങ്ങൾ ഒരുപാട് കോഷൻ ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഡീൽ ചെയ്യുന്നത് ഒരു നാർസിസിറ്റിക് ബിഹേവിയർ ഉള്ളത്, അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ കാണിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ അവരില്ലാതെ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, കുറച്ച് ആൾക്കാർ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങൾക്കുള്ള ബെറ്റർ ഓപ്ഷൻസ് എന്തായാലും നിങ്ങളുടെ അടുക്കൽ തന്നെ വരും. നിങ്ങൾ ഹീലാവും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്തം നിറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, അതായത് ഒരു സമയത്ത് എല്ലാം എൻജോയ് ചെയ്ത്, അതായത് എല്ലാത്തിലും സന്തോഷം കണ്ടെത്തിയ ആ ഒരു പഴയ അതിലേക്ക് നിങ്ങൾ വരണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹാപ്പി ആവുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ടൈം കണ്ടെത്തി നിങ്ങൾക്ക് അവൈലബിലിറ്റി കൂട്ടണം എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങളെ കെയർ ചെയ്യാത്ത ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ലൊരു കൂട്ടാവണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.